പ്രിയപ്പെട്ടവരെ, എൻ്റെ കൂടെ നിൽക്കുന്നത് സവനമ്മ എന്ന് പറയുന്ന ഒരു അമ്മച്ചിയാണ്. ഈ അമ്മച്ചിയുടെ മക്കളാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ എന്റെ കൂടെ നിൽക്കുന്ന ഈ കൊച്ചിനെ ഇന്ന് പെണ്ണ് കാണാൻ വരുന്ന ഒരു ദിവസമായിരുന്നു. അവരെ പെണ്ണ് കാണാൻ വരുന്ന ദിവസത്തിൽ അവരുടെ വീടില്ല. അവരുടെ വീടെല്ലാം ഗവൺമെന്റ് തകർത്ത് കളഞ്ഞു. എന്നിട്ട് അവരെ ഇവിടെ കൊണ്ടാക്കിയിരിക്കുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റി ഹാളിലാണ്. ഇവിടെ കണ്ട ഒരു കാലികളെ താമസിക്കാൻ കൊണ്ടുവന്ന പോലെ. ഈ അമ്മച്ചിക്ക് കണ്ണ് കാണില്ല. നടക്കാൻ കഴിയില്ല. അവരുടെ പ്രാഥമിക കൃത്യം പോലും ചെയ്യാൻ അവർക്ക് കഴിയില്ല. ആ അമ്മച്ചിനെ ഇവിടെ ഇതുപോലെ കാലികളെ കൊണ്ടുപോലെ ചെയ്തതാണ്. ഇതൊക്കെ കൃത്യമായ പാക്കേജുകൾ നടക്കാതെ, കൃത്യമായിട്ടുള്ള പുനരധിവാസ നടപടികൾ സ്വീകരിക്കാതെ ഇതെല്ലാം ചെയ്യുന്നതിന് ഞാൻ ഇവിടെ എല്ലാ ഉദ്യോഗസ്ഥരോടും, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനോടും റവന്യൂ ഉദ്യോഗസ്ഥരോടും ഒക്കെ ചോദിച്ചു. അവർക്കൊന്നും ഒരു ഉത്തരവാദിത്വമില്ല. അവരിത് പറയുന്നത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണെന്ന്. ഒരു അടിസ്ഥാനത്തിലും അല്ല. ഇന്ന് ഇവിടെ ഒരു കാവൽ ഗവൺമെന്റ് മാത്രമാണ് നിലനിൽക്കുന്നത്. പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടില്ല. ആ ഒരു സമയം നോക്കിക്കൊണ്ട് മാത്രം ചെയ്തിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള അവർ ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കേരള സമൂഹം ഇതിനെതിരെ രംഗത്ത് വരണം. അടുത്ത ഈ ഗവൺമെന്റ് മന്ത്രിസഭ തീരുമാനമെടുത്ത് ഈ 15ഓളം കുടുംബമുണ്ട്. ഇവരെല്ലാവരും ഇവിടെ ഇല്ല. അവർക്ക് കൃത്യമായിട്ടുള്ള സ്ഥലവും വീടും നൽകണം. അത് അടിയന്തിരമായിട്ട് നൽകണം. ഇത് മനുഷ്യത്വരഹിതമായിട്ടുള്ള, കേരളം കണ്ടിട്ടുള്ള ബുൾഡോസർ രാജിന്റെ ഭാഗമാണ്. അത് തീർച്ചയായിട്ടും ഇത് നമ്മുടെ കേരള സമൂഹത്തിന് പൊറുക്കാൻ പറ്റിയ കാര്യമല്ല. തീർച്ചയായിട്ടും ഇതിനെതിരെ കേരള സമൂഹം ഒന്നടങ്കം രംഗത്ത് വരണം. ഇവർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം, അർഹമായിട്ടുള്ള പുനരധിവാസം അടിയന്തിരമായിട്ട് നടപ്പിലാക്കണം.